ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മെഴ്സീഡസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. രണ്ട് മെഴ്സീഡസിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഒരേ കംപ്ലയിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് നോയ്സ് എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും വന്നിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്താണ്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഈ മോഡൽ വാഹനങ്ങൾക്ക്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതും കൂടി ഈ വീഡിയോയിലുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ കോമൺ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു GLCയുടെ 200 ആണ്. അപ്പോൾ ഈ വാഹനവും വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ നോയ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഡിഫറൻഷ്യലിൻ്റെ നോയ്സ് ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡിഫറൻഷ്യലും അതേമാതിരി പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കോമൺ ആയിട്ട് ഈ മോഡൽ വാഹനങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഓയിൽ നമ്മൾ ചോർത്തി നോക്കി. അപ്പോൾ ചോർത്തി നോക്കിയപ്പോൾ നമുക്ക് കണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ഇത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഓയിലിൻ്റെ കണ്ടീഷനാണ്, വെരി ബാഡ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻഷ്യൽ അയച്ച് നമുക്ക് ഓവറോൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ മാറിയാലേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു അവസ്ഥയായിട്ടുണ്ട് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഉണ്ട്. ഇനി അതേമാതിരി തന്നെ ഞാൻ മറ്റൊരു വാഹനം കൂടി ഞാൻ കാണിച്ചു തരാം. ഈ വാഹനം വന്നിരിക്കുന്ന ഫ്രണ്ട് സൈഡിൽ നിന്ന് നോയ്സ് ആയിട്ടാണ്. ഇതൊരു GLKയുടെ 300 ആണ്. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സെയിം കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് തന്നെയാണ്, ട്രാൻസ്മിഷൻ്റെ സൈഡിൽ നിന്ന് നോയ്സ്. അപ്പോൾ ഇതിലിപ്പം ഇതും ഫോർമാറ്റിക് വാഹനം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഡാമേജ് ആയിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ സ്റ്റാർ കണ്ടല്ലോ നിങ്ങൾ, ഇത് ഫുള്ള് ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊട്ടി വെളിയിലെത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ഇതേമാതിരിയുള്ള നോയ്സ് ആണ്. ഈ മോഡൽ വാഹനങ്ങൾക്ക് ഈ ഫ്രണ്ട് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് മാറുന്നതിനും അതേമാതിരി തന്നെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ അയക്കുന്നതിനും എത്ര സമയമെടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ അയക്കണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള വർക്ക് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.